Hello students, welcome back to LTM. Today we will be discussing the third chapter of Hornbill textbook, that is Discovering Tut. The saga continues, written by A.R. Williams. ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ. ഇതിൻ്റെ അകത്ത് ഈജിപ്തിൻ്റെ ഒരു കഥയായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്ന ഡ്രോയിങ്സിനോട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആരെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടു കാണും, മമ്മി എന്നുള്ള പടം കണ്ടു കാണും, അല്ലെ മമ്മി റിട്ടേൺസ് കണ്ടു കാണുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഓർമ്മ വരുമായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. Before we start the chapter, I would like to discuss the title with you. Discovering Tut. Discovering means to search something, and Tut is the name of the king. King Tutankhaten എന്നായിരുന്നു ആദ്യ ഈജിപ്ഷ്യൻ കിങ്ങിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് he changed his name to Tutankhamun. In short, അതിന് ടുട്ട് എന്ന് പറയുന്നു. The saga continues means the story continues. Saga here means story. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് മൊത്തം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടുട്ട് എന്ന് പറഞ്ഞ രാജാവിനെ പറ്റിയുള്ള കഥയായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ ആയിരുന്നു ആ രാജാവ് ജീവിച്ചത്, എത്ര കാലം ജീവിച്ചു, എങ്ങനെ മരിച്ചു ഉള്ള ഡീറ്റെയിൽസ് എല്ലാം. അതുപോലെ തന്നെ ആ മമ്മി എന്ന് പറഞ്ഞ ഒരു ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്ത് രാജാക്കന്മാർ പണ്ട് ഈജിപ്തിലൊക്കെ മരിക്കുമ്പം അവരുടെ ഡെഡ് ബോഡീസ് കൊണ്ടിട്ട് അവർ മമ്മിഫൈ ചെയ്തിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടായിരുന്നു അവരെ ബറി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ കിങ് ടുട്ടിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെയായിരുന്നു മരിച്ച അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എൻറ്റയർലി അറിയാൻ വേണ്ടിയിട്ട് ആ മമ്മീനെ പുറത്തെടുത്തിട്ടുള്ള ഫുൾ അതിൻ്റെ എന്താ പറയുന്നത്, ആ മമ്മീനെ പുറത്തെടുത്തിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയതാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് ഞാനിപ്പം ഡിഫിക്കൾട്ട് വേർഡ്സും കാര്യങ്ങളും ഉള്ളത് മാത്രം എന്തായാലും അങ്ങ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഹി വാസ് ജസ്റ്റ് എ ടീനേജർ വെൻ ഹി ഡൈഡ്. ടീനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം 13 to 19 ഇയേഴ്സിൻ്റെ ബിറ്റ്വീൻ ആയിരുന്നു ഏജ് എന്നുള്ള. ദ ലാസ്റ്റ് എയർ ഓഫ് എ പവർഫുൾ ഫാമിലി ദറ്റ് റൂൾഡ് ഈജിപ്റ്റ്. ഈജിപ്തിനെ റൂൾ ചെയ്ത ഒരു പവർഫുൾ ഫാമിലിയുടെ സക്സസറായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പിൻഗാമിയായിരുന്നു എന്ന് പറയാം. ആൻഡ് ഇറ്റ്സ് എംപയർ ഫോർ സെഞ്ച്വറീസ്. ആ ഒരു രാജാവിൻ്റെ എംപറർഷിപ്പ് സെഞ്ച്വറീസ് വരെ നിലനിർന്നു. ആ ഒരു ഫാമിലിയുടെ ഒരു സക്സസറായിരുന്നു, അല്ലെങ്കിൽ ഒരു പിൻഗാമിയായിരുന്നു ഈ പറഞ്ഞ നമ്മുടെ രാജാവ്. He laid to rest Laden. Laden means full loaded with gold and eventually forgotten. അത് കഴിഞ്ഞിട്ട് ആ ബറി ചെയ്ത് കഴിയുമ്പോൾ തന്നെ അങ്ങ് അതിനെപ്പറ്റി മറക്കും. പക്ഷേ കഥകൾ പലതും ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഇന്ന പോലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ടീനേജ് മരിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈജിപ്ഷ്യൻസ് ഓൾവേസ് ബിലീവ്ഡ് ദറ്റ് അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു എല്ലാ കാര്യത്തിലും അവർ ജീവിക്കുന്നുണ്ട്, മരിച്ചാലും അവരെല്ലാം ജീവിക്കുന്നുണ്ട്, അവർ വേറെ ഒരു ലോകത്തായിരിക്കും എന്നുള്ള ഒരു ബിലീഫുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ മരിക്കുമ്പോൾ അവരുടെ മമ്മീസിൻ്റെ കൂടെ അവർക്ക് വേണ്ടിയ സാധനങ്ങൾ എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും അവരെ ബറി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ലൈൻ, ദാറ്റ് ഈസ് സിൻസ് ദ ഡിസ്കവറി ഓഫ് ഹിസ് ടൂം. ആ കുഴിച്ചെടുത്ത സ്ഥലത്ത്, അതായത് ഈ പിറമിഡ്സ് പോലെ ഉണ്ടാക്കിയിട്ടാണല്ലോ അവരെ കുഴിച്ചിടുന്നത്. അപ്പോൾ ആ ടൂമിൻ്റെ അവിടെ 1922 The modern world has speculated about what happened to him, with murder being the most extreme possibility. Speculated in the sense, formed a theory without any evidence. ഒരു എവിഡൻസും കൂടാതെ അവരൊരു തിയറി തന്നെ അത് ഉണ്ടാക്കി. എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം ഇത് ഒരു മർഡർ ആയിരിക്കും എന്നുള്ളത്. Now, leaving his tomb for the first time in almost 80 years,
Tut has undergone a CT scan that offers new clues about his life and death. ഇതിനകത്ത് പറയുന്നത് ഒരു 80 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഈ CT സ്കാൻ പെർഫോം ചെയ്യുവാണ്. ഈ CT സ്കാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരു 3 ഡയമെൻഷണൽ എക്സ്റേ പോലെയാണ്. ഫുൾ എൻറ്റയർ ബോഡിയുടെ ഒരു എക്സ്റേ പോലെയാണ്. അത് ആ ബോഡിയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ടൂമ്പിൽ നിന്ന് ബോഡി ഈ മമ്മി എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ഈ എക്സ്റേ ചെയ്യുന്നത്. And provides precise data for an accurate forensic reconstruction of the boy's pharaoh. That means അവർ ആ ബോഡി എടുത്തിട്ട് CT സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോറൻസിക് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫോറൻസിക് ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പം ഈ ബോയിഷ് ഫറോ എന്ന് പറഞ്ഞാൽ ഫറോ ഈസ് ദ റൂളർ ഓഫ് ഏൻഷ്യൻറ്റ് ഈജിപ്റ്റ്. ഈജിപ്തിലെ ഒരു റൂളറിനെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ബോയിഷ് ആണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീനേജർ ആണെന്നുള്ളത് അത് ഈ ഫോറൻസിക് റീകൺസ്ട്രക്ഷനും കൂടി അവർക്ക് മനസ്സിലായി. An angry wind stirred up ghostly dust devils as King Tut was taken from his resting place in the ancient Egyptian cemetery known as the Valley of the Kings. ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ആ ബോഡി മൂവ് ചെയ്തപ്പോൾ തന്നെ ആ ബോഡി അവിടെ നിന്ന് റെസ്റ്റിംഗ് പ്ലേസിൽ നിന്ന് അതായത് ഗ്രേവിൽ നിന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കാറ്റ് ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രേത സിനിമയിലൊക്കെ കണ്ട പോലെ ഒരു എഫക്റ്റ് അതുപോലൊരു ഗോസ്ലി അൺറിയലായിട്ടുള്ളത് ഒരു എഫക്റ്റ് ഉണ്ടാവും. ഭയങ്കരമായിട്ട് കാറ്റ് മണ്ണും എല്ലാം കൂടെ മണലും പറക്കുന്ന പോലത്തെ ആ ഒരു ഫീല് ഉണ്ടായി ഈ ബോഡിയെ തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പം ഈ ഈജിപ്ഷ്യൻ സിമെട്രിയെയാണ് ഇവിടെ വാലി ഓഫ് കിങ്സ് എന്ന് പറയുന്നത്. രാജാക്കന്മാരെ അന്ന് ബറി ചെയ്യുന്ന ആ ഒരു സിമിത്തേരി പറയുകയാണെങ്കിൽ സിമിത്തേരി എന്ന് പറയും നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അപ്പം ആ സിമിത്തേരി പിരമിഡ് പോലെ ആയിരിക്കുമല്ലോ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പം അതിന് ഒരു പേരുണ്ടായിരുന്നു, വാലി ഓഫ് കിങ്സ്. Dark bellied clouds had scudded across the desert sky all day and were now wheeling the stars in casket grey. ഈ ഒരു ലൈനിലും റൈറ്റർ അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെയാണ് കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇരുണ്ടുപോയി, ആകെ ഇരുണ്ടുപോയി, ക്ലൗഡ്സ് പോലെ വന്നു. ആ കാറ്റും ഓൾറെഡി തുടങ്ങിയെന്ന് പറഞ്ഞായിരുന്നല്ലോ പ്രീവിയസ് ലൈനിൽ. ആ ഡെസേർട്ട് സ്കൈലിൻ്റെ അകത്ത് കാസ്കറ്റ് ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊട്ടയുടെ കൂട്ട ഷേപ്പുള്ളത് ഗ്രേ കളറിൽ അവിടെ വന്ന് മൂടിയെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. വീലിംഗ് മീൻസ് കവറിങ്. അതിൻ്റെ ഒരു കാസ്കറ്റ് ഗ്രേ കളറിൽ ഒരു കവർ പോലെ വന്നിട്ട് ഒരു കൊട്ടയുടെ രൂപത്തിൽ അത് മൂടിയെന്നുള്ളതാണ് ഈ ലൈൻസിൽ റൈറ്റർ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് വാസ് 6 PM on 5th January 2005. The world's most famous mummy glided head first to CT scanner, brought here to probe the lingering medical mysteries of this little understood young ruler who died more than 3,300 years ago. ഇതിൻ്റെ അകത്ത് പറയുന്നത് ആദ്യമേ ഈ പറഞ്ഞ മമ്മീനെ ഗ്ലൈഡ് ചെയ്ത്, അതായത് കണ്ടിന്യൂസ് മോഷനിൽ ആദ്യമേ ഹെഡ് ഫസ്റ്റായിട്ട് CT സ്കാനറിലേക്ക് മൂവ് ചെയ്തിട്ട്, കാരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവർ കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിൽ ഇത്രയും പഴയതായിരുന്നു, 3,300 years ago നടന്ന ഒരു റൂളറിനെ പറ്റിയാണ് അവിടെ നമ്മൾ ഈ അന്വേഷിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു മെഡിക്കൽ മിസ്റ്ററി അതെന്തൊക്കെയാണ് അവിടുത്തെ അന്നത്തെ ആ ഒരു ആൾക്കാർ ചിന്തിച്ചിരുന്നത്, അത് ആ രാജാവിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അത് ടീനേജിൽ മരിച്ചുപോയ രാജാവിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പേരിലുള്ള മിസ്റ്ററീസ് എന്തൊക്കെയാണെന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ CT സ്കാനിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിൽ എങ്ങനെയായിരിക്കും ആ ഫേസ് അല്ലെ ആ രാജാവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ തുടങ്ങിയത്.
All afternoon, the usual line of tourists from around the world had descended into the camped rock-out tomb some 26 feet underground to pay their respects. അപ്പം ഓൾ ഓവർ വേൾഡിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അവിടെ ഡീസെൻറ്റഡ് മീൻസ് മൂൺ ടു ഗ്യാദർ എന്നൊക്കെ പറയാം. ക്രാംഡ് എ വെരി സ്മോൾ ടു ഫിറ്റ് ഇൻ ടു, കാരണം ആ ടൂമിൻ്റെ ആ ഒരു എന്താ പറയുക, ആ പിരമിഡിൻ്റെ അകത്ത് എല്ലാവർക്കും കൂടെ കയറി നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഇറ്റ് വാസ് എ റോക്ക് കട്ട് മെയ്ഡ് ഓഫ് റോക്ക് കട്ടിങ്. അറിയാമല്ലോ, വലിയൊരു കേവ് പോലായിരിക്കും. ഈ റോക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈജിപ്ഷ്യൻസ് അവരുടെ രാജാക്കന്മാരുടെ ബോഡി ബറി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. tomb some 26 feet underground to pay their respect. റോക്ക് കട്ടാണ്. അതുപോലെ തന്നെ ആ ടൂമ്പ് ഒരു 26 ഫീറ്റോളം അണ്ടർഗ്രൗണ്ടിലാണ്. അതുപോലെ തന്നെ ആ രാജാവിനെ പറ്റി പല കാര്യങ്ങൾ കേട്ടിട്ടുള്ള ടൂറിസ്റ്റുകളാണ്. അപ്പം ആ ലാസ്റ്റ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു എല്ലാവരും കൂടെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. They gazed at the murals on the walls of the burial chamber and peered at Tut's glided face, the most striking feature of the mummy-shaped outer coffin lid. അപ്പം വന്നിരിക്കുന്ന ഈ വിസിറ്റേഴ്സ് എല്ലാവരും വളരെ ഗേസ് ചെയ്യാൻ മീൻസ് സർപ്രൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ അഡ്മയർ ചെയ്തു കൗതുകത്തോടെ അവിടുത്തെ മ്യൂറൽസ് ഈസ് ദ പെയിൻറ്റിങ് ഓർ ദി ആർട്ട് വർക്ക്. ആ വോൾസിലുള്ള ആർട്ട് വർക്കും കാര്യങ്ങളും എല്ലാം ആ ചേംബറിനകത്ത്, ആ ബറിയൽ ചേംബറിൻ്റെ അകത്തെ ഫുൾ എൻറ്റയർ ആർട്ട് വർക്ക് കണ്ട് വളരെ കൗതുകത്തോടെ നിൽക്കുമായിരുന്നു. അതിനെക്കാട്ടും രസകരം എന്താണെന്ന് ചോദിച്ചാൽ ആ മമ്മി ഷേപ്ഡ് ഔട്ടർ ലിഡ് കോഫിൻ്റെ അത് ഗോൾഡിൻ്റെ കോട്ടിംഗ് ഉള്ളതായിരുന്നു. അത് ഗോൾഡ് കോട്ടിങ്, അത് ഫേസും കാര്യങ്ങളും എല്ലാം അതുപോലെ ആ ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു ലിഡായിരുന്നു. Some visitors read from guidebooks in a whisper. Whisper means to speak in a low voice, very low voice. അപ്പം ചിലരുടെ കയ്യിലൊക്കെ ഈ വിസിറ്റേഴ്സിൻ്റെ കയ്യിൽ ഗൈഡ് ബുക്സും കാര്യങ്ങളുണ്ട്. അത് വളരെ ലോ വോയിസിൽ അവർ വായിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. Others stood silently, perhaps pondering in the sense thinking about something very carefully. Perhaps pondering Tut's untimely death in his late teens, or wondering with a shiver if the Pharaoh's curse, death or misfortunes falling upon those who disturbed him was really true. അപ്പം ഈ ഒരു ടൂമിനെ നമ്മൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കഥയുണ്ടായിരുന്നു, അവർ ജീവനോടെ ഇരിക്കത്തില്ല, അവർക്ക് നാച്ചുറൽ ഡെത്ത് ഉണ്ടാവത്തില്ല എന്ന്. അപ്പം ആ ഒരു കാര്യം ചിലപ്പോൾ ശരിയാവുമോ, എങ്ങനെയാണ് അത് സംഭവിക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ കുറേ പേരവിടെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിന് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂമ്പിനെ അവർക്ക് എന്തായാലും അത് മാറ്റി ബോഡി അത് ടൂമ്പിൻ്റെ അകത്തുനിന്ന് എടുത്തേ മതിയാവും എന്നുള്ള ആ ഒരു കണ്ടീഷൻ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കേഴ്സ്, അതായത് ഒരു ശാപം, എന്നെ പോലെ ആരെയും അത് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിക്കും, അത് സാധാരണഗതിയിലുള്ള മരണമായിരിക്കില്ല എന്നും പറഞ്ഞിട്ടുള്ള അത് യാഥാർത്ഥ്യമാണോ, അത് സത്യമാവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന കുറേ വിസിറ്റേഴ്സ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. The mummy is in very bad condition because of what Carter did in 1920s, said Zahi Hawass, Secretary General of Egypt Supreme Council of Antiquities, as he leaned over the body for a long first look. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാഹി ഹവാസ് എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറി, അത് ആൻറ്റിക്വിറ്റീസിൻ്റെ കൗൺസിലിലെ ആളാണ്. ഫസ്റ്റ് ലുക്ക് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഈ മമ്മി വളരെ ബാഡ് കണ്ടീഷനിലാണെന്നുള്ളത്. സാഹി ഹവാസ് പറഞ്ഞ ഹോവേർഡ് കാർട്ടർ, ദാറ്റ് ഈസ്
He was the British archaeologist who in 1922 discovered Tut's tomb after years of futile searching. കുറേ വർഷങ്ങൾക്ക് ഉള്ള ആ ഒരു സെർച്ചിങ്ങിന് ശേഷം ഈ ടൂംബ് ഡിസ്കവർ ചെയ്തതായിരുന്നു ഹോവർഡ് കാർട്ടർ. അന്നും ഈ പറഞ്ഞ പോലുള്ള സ്കാനിങ്ങുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു. അപ്പോൾ അത് കാരണമാണ് ഈ മമ്മി ഒരുപാട് വീക്കായെ, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിങ്ങും കാര്യങ്ങളും എല്ലാം മാറിയോണ്ടാവാം ഒരുപാട് എന്താ പറയുക, ഒരുപാട് ബാഡ് കണ്ടീഷനിൽ ആയ എന്നാണ് സഹിൽ പറഞ്ഞത്. Its contents, though hastily ransacked in antiquity, were surprisingly complete. ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ഫെർദറായിട്ട് പറയുന്ന റൈറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, ആ ടൂമ്പിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സാധനങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീപൊസിഷനിങ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയിരുന്നു. അതിൻ്റെ അകത്തുനിന്നൊന്നും കളവ് പോയിട്ടില്ല എന്ന്. ഹേസ്ലി മീൻസ് സ്വിഫ്റ്റ്ലി, റാൻസാക്ഡ് മീൻസ് ഒരു റെയ്ഡ് നടത്തിയോ അല്ലെങ്കിൽ ഡാമേജ് ആവുമോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആൻറ്റിക്വിറ്റി മീൻസ് ഓൾഡ്നെസ്, പഴയ സാധനം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് റൈറ്റർ പറയുന്നത് ആ ടൂമിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തോന്നി. പക്ഷേ അതിൻ്റെ പൊസിഷനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീപൊസിഷനിങ് നടത്തിയിട്ടുണ്ടെന്ന്. കാരണം പെട്ടെന്നുള്ള എന്തോന്നില്ല തിടുക്കത്തിൽ ചിലപ്പോൾ അത് അടച്ച് പിന്നെയും പഴയ പൊസിഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നല്ലാതെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഉണ്ട്, ഒന്നും കളവ് പോയിട്ടില്ല. They remain the richest royal collection ever found and have become the part of the Pharaoh's legend. ഇവിടെ ഫാറൂസ് പറയുന്നത് കിങ്ങിൻ്റെ അവിടുന്ന് കിട്ടിയ സാധനങ്ങൾ, അതിലുള്ള സാധനങ്ങളെല്ലാം വളരെയധികം റോയൽ കളക്ഷനുള്ള സാധനങ്ങളായിരുന്നു. രാജാവിന് വേണ്ടിയിട്ട് ആ റിമൈനിങ്സ് എല്ലാം അവിടെ കിട്ടിയത് വളരെയധികം റോയലായിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു. Stunning artifact in gold, their eternal brilliance means to guarantee resurrection, caused a sensation at the time of the discovery and still get the most attention. ഇവിടെ റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ റിസ്റ്റോറേഷൻ ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് എ ന്യൂ ലൈഫ്. അവിടെ ഉണ്ടായിരുന്ന ആർട്ടിഫാക്ട്സ് എല്ലാം ഗോൾഡ് കൊണ്ടുണ്ടാക്കിയതെല്ലാം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളത് തോന്നിക്കുന്നത്, എറ്റേണലായിട്ടൊന്ന് ഇപ്പോൾ ഉടനെ തന്നെ ജീവിച്ചു വരും എന്നുള്ളൊരു ഫീൽ തരുന്നത് ആയിരുന്നു അവിടുത്തെ ആർട്ടിഫാക്ട്സ് എല്ലാം. ഗോൾഡ് കൊണ്ടുണ്ടാക്കിയത് ഇപ്പം ജീവൻ വെക്കുമെന്നുള്ള രീതിയിലുള്ള ആർട്ടിഫാക്ട്സ് ആയിരുന്നു. എല്ലാം ഓരോരുത്തർ നോക്കി നിന്നാൽ അത് നോക്കി നിന്ന് പോകുന്ന ഒരു രീതിയിലുള്ള ആർട്ടിഫാക്ട്സ് ആയിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഈജിപ്ഷ്യൻസിൻ്റെ ഒരു ബിലീഫ് ആയിരുന്നു ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളത്. അത് സൂചിപ്പിക്കുന്നതാണ് അടുത്ത സെൻറ്റൻസസ്. ദാറ്റ് ഈസ്, ബട്ട് ടുട്ട് വാസ് ഓൾസോ ബെറീഡ് വിത്ത് എവറിത്തിങ്സ് ഹി ഹാഡ് വോണ്ട് ഇൻ ആഫ്റ്റർ ലൈഫ്. അതായത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ബോർഡ് ഗെയിംസ്, ബ്രോൺസ് റേസർ, ലെനിൻ അണ്ടർഗാർമെൻറ്റ്സ്, cases of food and wine. After months of carefully recording the Pharaoh's funerary treasures, Carter began investigating his 3 nested coffins. ഒരുപാട് മാസങ്ങളോട് കൂടിയാണ് അതിൻ്റെ എല്ലാ റെക്കോർഡിങ് നോട്ട് ചെയ്തത്. റെക്കോർഡിങ് മീൻസ് ഇവിടെ നോട്ടിങ് എന്നാണ് പറയുന്നത്. പല ട്രഷേഴ്സ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഫ്യൂണറലിൻ്റെ സമയത്ത് രാജാവിൻ്റെ ഫ്യൂണറൽ നടക്കുമ്പം എല്ലാ ഗോൾഡും കാര്യങ്ങളും എല്ലാം, അപ്പോൾ എന്തൊക്കെ അവർക്ക് കിട്ടി അതെല്ലാം ഇൻ റിട്ടണിൽ അവർ റെക്കോർഡ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ കാർട്ടർ ബിഗാൻ ഇൻവെസ്റ്റിഗേറ്റ്. ആഫ്റ്റർ ദാറ്റ് കാർട്ടർ ബിഗാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹിസ് 3 നെസ്റ്റഡ് കോഫിൻസ്. ആ 3 നെസ്റ്റഡ് കോഫിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ വലിയൊരു കോഫിനുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടും ചെറിയത് അതിനുള്ളിലുണ്ട്, പിന്നെ ഏറ്റവും ചെറിയത് എൻ്റെ അകത്താണ് ടുട്ടിൻ്റെ, അതായത് ആ രാജാവ് നമ്മളിപ്പോൾ പഠിക്കുന്ന സ്റ്റോറി, ആ രാജാവിൻ്റെ ബോഡി വെച്ചിരുന്നത്. ഓപ്പണിംഗ് ദ ഫസ്റ്റ് ഹി ഫൗണ്ട് എ ഷ്രൗഡ് adorned with garlands of willow and olive leaves, wild celery, lotus petals and cornflowers, the faded evidence of a burial in March or April. അപ്പം ആദ്യത്തെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് വളരെ ലെങ്ത്തുള്ള ഒരു ക്ലോത്ത്. ഷൗഡ് മീൻസ് ഒരു ക്ലോത്ത്, ഡെഡ് ബോഡിയെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ക്ലോത്ത്.
adorned with garland of willows. വില്ലോസ് എന്ന് പറയുന്നത് റീത്താണ്. നമ്മൾ പൂവും കൊണ്ടൊക്കെ റൗണ്ട് രീതിയിലുള്ള റീത്ത് വെക്കത്തില്ല, ഗാർലൻഡ്സ്, മാലയും കാര്യങ്ങളും ഒക്കെ. അപ്പം അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പൂക്കളും കാര്യങ്ങളും ഇലകളും എല്ലാം എന്താണ്, ഒലിവിൻ്റെ ലീവും, വൈൽഡ് സെലറി, ലോട്ടസ് പെറ്റൽസും, കോൺഫ്ലവർ ആൻഡ് ഇതെല്ലാം കൂടെ എന്താ എവിഡൻസ് തരുന്നതെന്ന് ചോദിച്ചാൽ, ഈ പൂക്കളും ഈ ഇലകളും എല്ലാം കിട്ടുന്നത് മാർച്ചോ ഏപ്രിലോ സമയത്താണ്. അപ്പം ഇതിൻ്റെ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബോഡി മാർച്ചോ ഏപ്രിലോ ആയിരിക്കും അടക്കിയിരിക്കുന്നതെന്ന്. When he finally reached the mummy, though, he ran into trouble. മമ്മിയിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ, ആ ബോഡിയിലേക്ക്, കിങ് ടുട്ടൻ്റെ ബോഡിയിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക്, അത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, തുടിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന. അവിടെ ട്രബിളായി. എന്ത് ട്രബിളായെന്ന് നമുക്ക് നോക്കാം. The ritual raisins had hardened, cementing Tut to the bottom of his solid gold coffin. ഇതിൻ്റെ അകത്ത് അവിടെ ഒരു റിച്വൽ ഉണ്ടെന്നറിയാം. ഈ മമ്മിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്ക്, ഈ സെറമണി കഴിയുമ്പോഴത്തേക്ക്, ഈ റെസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കി ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് ആണ്. അത് വെള്ളത്തിൽ പോലും അലിയത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഗം പോലത്തെ ഒരു ഗ്ലൂ പോലത്തെ ഒരു സാധനമാണ്. ആ സബ്സ്റ്റൻസ് ടുട്ടിൻ്റെ ബോഡി അടിയിലുള്ള ആ ഗോൾഡ് കോഫിൻ്റെ ആ ബേസുമായിട്ട് ഒട്ടിയിരിക്കുകയാണ്. No amount of legitimate force could move them. Carter wrote a letter. What could be done? ഒരു തരത്തിലുള്ള പ്രഷറോ കാര്യങ്ങളോ വെച്ചിട്ട് അത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല. ലെജിറ്റിമേറ്റ് മീൻസ് റീസണബിൾ ആയിട്ടുള്ള ഏതെങ്കിലും രീതി. കാരണം നമുക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാൻ പറ്റത്തില്ല, ആ മമ്മിക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാലോ എന്നുള്ളത്. അപ്പം കാർട്ടർ റോട്ട് ലേറ്റർ വാട്ട് വാസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത് ഇനി അടുത്തതെന്നുള്ളത് കാർട്ടർ ഓൾറെഡി എഴുതി. The sun can beat down like a hammer this far south in Egypt, and Carter tried to use it to loosen the resin. ഈ ഗ്ലൂ പോലത്തെ സബ്സ്റ്റൻസിനെ വളരെ ചൂടുള്ള അവിടെ സൗത്തിലാണെങ്കിൽ ഈജിപ്തിൽ വളരെയധികം ചൂടാണ്. അപ്പോൾ ആ ചൂടിൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്ലൂ ലൂസൺ ആവാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ട് അത് ട്രൈ ചെയ്തു. ഇന്നത്തെ സെഷൻ നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത പാർട്ട് അടുത്ത സെഷനിൽ നമ്മൾക്ക് എടുക്കാവുന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്.